മലയാള സിനിമ ഇന്നുവരെ കാണാത്ത അത്ര ഹൈപ്പിലാണ് എമ്പുരാൻ എത്തിയത്. ചിത്രം റിലീസായതിനു പിന്നാലെ വിവാദങ്ങളും തലപൊക്കിയിരുന്നു. ചിത്രത്തിലെ ചില രംഗങ്ങളെക്കുറിച്ചായിരുന്നു വിവാദങ്ങൾ ഉയർന്നത്. ഇതിനു പിന്നാലെ ചിത്രത്തിൽ നിന്ന് 24ഓളം ഭാഗങ്ങളാണ് ഒഴിവാക്കിയത്. ഇനി ഉയരുന്ന പ്രധാന ചോദ്യം OTTയിൽ എമ്പുരാൻ എങ്ങനെ എത്തുമെന്നുള്ളതാണ്. വെട്ടാത്ത ഒറിജിനൽ വരുമോ അതോ പ്രതിഷേധം കാരണം മാറ്റിയ എമ്പുരാൻ എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ എഡിറ്ററായ അഖിലേഷ് മോഹൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. സെൻസർ ബോർഡ് ഏറ്റവും ഒടുവിൽ അംഗീകരിച്ച പതിപ്പായിരിക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇനിയുണ്ടാവുകയെന്നാണ് അഖിലേഷ് വ്യക്തമാക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഖിലേഷിന്റെ പ്രതികരണം. ഇപ്പോഴും ചിത്രത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. സോങ് കട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. OTTക്ക് വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അഖിലേഷ് പറഞ്ഞു. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വേർഷനായിരിക്കുമോ OTTയിൽ വരാൻ പോകുന്നത് എന്ന ചോദ്യത്തോട് തീർച്ചയായും അതായിരിക്കുമെന്നായിരുന്നു അഖിലേഷിന്റെ മറുപടി. ഇതാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമ. കട്ട് ചെയ്ത വേർഷനായിരിക്കും OTTയിലെത്തുകയെന്നും അഖിലേഷ് പറഞ്ഞു. സിനിമ നിലനിർത്തുകയെന്നാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു. കട്ട് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് തിയേറ്ററിൽ കണ്ടിറങ്ങിയവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ചിത്രത്തിന്റെ ഫ്ലോ നഷ്ടപ്പെടാതെ കാണാൻ പറ്റണമെന്നാണ് ആഗ്രഹമെന്നും അഖിലേഷ് കൂട്ടിച്ചേർക്കുന്നു. എതിരഭിപ്രായങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ചിത്രത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യണമെന്ന തീരുമാനം വരുന്നു. അത് എഡിറ്റിലേക്കെത്തി. ആ സമയത്ത് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുകയല്ല വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് സിനിമ എത്തിക്കുക. ആളുകൾ ഒരിക്കലും സിനിമ കാണാതെ പോകരുതെന്നും അദ്ദേഹം പറയുന്നു. മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയ ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ചിത്രം ചരിത്ര നേട്ടമാണ് ഇതുവരെ കൈവരിച്ചത്. മലയാള സിനിമയ്ക്ക് ഇന്നുവരെ ലഭിക്കാത്തത്ര നേട്ടവുമായി ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് ചിത്രം കാഴ്ചവെക്കുന്നത്. റിലീസ് ചെയ്ത് 48 മണിക്കൂർ പിന്നീട് മുൻപാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത്. വിവാദങ്ങൾക്കിടെയായിരുന്നു എമ്പുരാന്റെ ചരിത്ര നേട്ടം. എമ്പുരാൻ റിലീസായി 2ാം വാരത്തിലേക്ക് എത്തുമ്പോൾ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 236 കോടിയോളമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.